അപ്പൻ്റെ ചെയ്ത എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മകൾ ചോദിച്ചു, ഇതിനി എത്ര നേരം കൂടെ കാണും? എനിക്ക് വിശക്കുന്നുമുണ്ട്, ഞാൻ കുളിച്ചിട്ടുമില്ല. ശിവചരൺ ഗുപ്ത 74 വയസ്സായിരുന്നു. ഈ ശിവചരൺ ഗുപ്ത ഇന്ത്യയിലെ തന്നെ ഒരു വസ്ത്ര വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് മീനയും ഒരു വയസ്സായപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എനിവേ വൈഫ് മീന കുറച്ച് നാൾ മുമ്പ് മരിച്ചു. ശിവചരൺ ഗുപ്ത ഈയിടെ മരിച്ചു. ശിവചരൺ ഗുപ്തയ്ക്ക് ഉണ്ടായിരുന്നത് 3 പെൺമക്കളാണ്. ഒരാൾ നേപ്പാളിലും, ഒരാൾ ഉത്തർപ്രദേശിലും, ഒരാൾ മുംബൈയിലുമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും മരണാനന്തര ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നേപ്പാളിൽ ടീച്ചറാണ്ടെന്ന ഒരു മകൾ ഈ ഓൾഡ് ഏജ് ഹോംകാർക്ക് ഒരു 5100 രൂപ അയച്ചു കൊടുത്തു. അതായത് നിങ്ങൾ തന്നെ അപ്പൻ്റെ മൃതദേഹം ദഹിപ്പിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ ഓൺലൈനിൽ, അതായത് വീഡിയോ കോളിൽ കൂടി ഇത് കണ്ടു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു മകളുടെ ശബ്ദം കേൾക്കുന്നത്. ഇതിന് എത്ര നേരം കൂടെ കാണും? എനിക്കാണെങ്കിൽ വിശക്കുന്നുമുണ്ട്, ഞാൻ കുളിച്ചിട്ടുമില്ല. ഇപ്പം ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഇപ്പം ഇൻ്റർനെറ്റിൽ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരെയും ഒന്നും കൂടെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത്. അതായത് എല്ലാവരും ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ. അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിന് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ട്. പക്ഷേ ഇതൊരു പുതിയ നോർമൽ ആയിക്കൊണ്ടിരിക്കുക. ഇവരെ മാറ്റം തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലോട്ട് തന്നെ നോക്കിയാൽ, കേരളത്തിലോട്ട്. ഇപ്പം എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ ഇടത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു 3-4 വീട് എംറ്റിയാണ്. വലത്തെ സൈഡിലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വീടുകൾ എംറ്റിയാണ്. അല്ലെങ്കിൽ ഉള്ള വീടുകളിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുള്ളൂ. അപ്പം നമ്മൾ ഈ ചെറുപ്പക്കാരല്ല ഈ നാട്ടിലോട്ട് കയറി പോകുന്നതുകൊണ്ട് നാട്ടിലെ എല്ലാ വീടുകളിലും ഇങ്ങനെ വൃദ്ധരായിട്ടുള്ളവരേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ച് ചോദിക്കാം, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നാട്ടിൽ മരിക്കുന്നു, അപ്പനോ അമ്മയോ ആരോ ആയിക്കോട്ടെ. ആ സമയത്ത് തന്നെ നമുക്കൊരു ആക്സിഡൻറ്റ് വന്നു, നമുക്ക് അല്ലെങ്കിൽ ഒരു മേലായി വന്നു, നമ്മൾ കിടപ്പിലാന്നിരിക്കട്ടെ, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ഈ 3 മക്കൾക്കും എന്തെങ്കിലും അവരുടെ കാരണം കാണും. ഇതുപോലൊരു കാരണം, അതായത് ഇപ്പം നമുക്ക് മേല, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി ഇത് കേരളത്തിൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഫ്യൂച്ചറിലോട്ട്. പല മരണങ്ങളിലും സ്വന്തം മക്കൾക്കും കൊച്ചുമക്കൾക്കും അല്ലെങ്കിൽ വേണമെങ്കിൽ അപ്പനും അമ്മയ്ക്കും വരാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരിക്കും. അതായത് ഒരു ന്യൂ നോർമലാണ്. ഇതിനിപ്പോൾ ഒരു നമ്മൾ എന്നൊരു സമൂഹം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു ഉന്നതിയായിട്ട് ഞാനിത് കാണുന്നില്ല. ഇതൊരു പോസിറ്റീവായിട്ടും അല്ല പറയുന്നത്. നമ്മളെന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു അധപ്പതനം തന്നെയാണ്. അതായത് പെറ്റുനോറ്റു വളർത്തിയ അപ്പൻ്റെ അമ്മയുടെയും അവരുടെ മരണസമയത്ത് പോലും നമുക്ക് അവരുടെ കൂടെ ഉണ്ടാകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ഉന്നതിയുടെ ഭാഗമല്ല. അത് നമ്മുടെ ഒരു അധപ്പതനത്തിൻ്റെ തന്നെ ഭാഗമാണ്. നമ്മൾ പലരും പല രാജ്യത്തോട്ടും പോകുന്നത് നമ്മുടെ പല ലക്ഷ്യങ്ങളും നമ്മുടെ ഒരു ലൈഫ് ബെറ്റർ ആക്കാനും വേണ്ടിയായിരിക്കാം. പക്ഷേ അതിൻ്റെ പുറകിൽ ഇങ്ങനെ കുറേ നഷ്ടങ്ങൾ നമുക്കുണ്ടാവും.